അല്ലു അർജുനെ നായകനാക്കി അറ്റ്ലി സംവിധാനം ചെയ്യുന്ന രാക്ക സിനിമയുടെ അപ്ഡേറ്റ് വന്നിരിക്കുകയാണ്. സിനിമയുടെ തിയേറ്റർ റിലീസ് അടുത്ത വർഷം ഡിസംബർ വരെ കാത്തിരിക്കേണ്ടി വരുമെന്ന് ഇപ്പോൾ കൺഫേം ആയിട്ടുണ്ട്. അടുത്ത വർഷം ഡിസംബർ, അതായത് 2027 ഡിസംബറിൽ തന്നെ സിനിമ റിലീസ് ചെയ്യാനുള്ള കാരണമായിട്ട് സിനിമയുടെ ടീം പറയുന്നത് അല്ലു അർജുന്റെ കഴിഞ്ഞ 2 സിനിമകളും ഡിസംബർ മാസങ്ങളിലാണ് റിലീസ് ചെയ്തിരിക്കുന്നത് എന്നാണ്. അതുകൊണ്ട് തന്നെ സിനിമയുടെ റിലീസിനായിട്ട് 2027 ഡിസംബർ വരെ കാത്തിരിക്കണം. വൻ വിജയമായി തീർന്ന കറുപ്പിന് ശേഷം സൂര്യയുടെ 50ാമത്തെ ചിത്രത്തിന്റെ അപ്ഡേറ്റ് ഇപ്പോൾ വന്നിട്ടുണ്ട്. സൂര്യയുടെ 50ാമത്തെ സിനിമ സംവിധാനം ചെയ്യുന്നത് നെൽസൺ ആയിരിക്കും. ജയിലറിന്റെ 2ാം ഭാഗവും രജനിയും കമലും ഒരുമിച്ചുള്ള സിനിമയ്ക്കും ശേഷമായിരിക്കും സൂര്യയുടെ 50ാമത്തെ സിനിമ നെൽസൺ സംവിധാനം ചെയ്യുന്നത്. പൃഥ്വിരാജിനെയും മഞ്ജു വാര്യരെയും ഉൾപ്പെടുത്തി രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്യാനിരിക്കുന്ന സിനിമയുടെ ടൈറ്റിൽ ഇപ്പോൾ റിലീസ് ചെയ്തിട്ടുണ്ട്. ഒഡിയൻ ഏജ് ഓഫ് ദി ഇല്യൂഷൻ എന്നാണ് സിനിമയ്ക്ക് പേര് നൽകിയിരിക്കുന്നത്. ലാലേട്ടന് ശേഷം മറ്റൊരു ഒഡിയൻ കൂടി കേരളത്തിലേക്ക് വരികയാണ്. അപ്പോൾ സിനിമയുടെ കൂടുതൽ അപ്ഡേറ്റുകൾ കേട്ട് നമുക്ക് കാത്തിരിക്കാം. ഒരു ബാങ്ക് റോബറിയുടെ കഥ പറയുന്ന മിസ്റ്ററി ത്രില്ലർ സിനിമയാണല്ലോ പൃഥ്വിരാജ് നായകനായിട്ടെത്തുന്ന ഐ നോബഡി. സിനിമയുടെ ട്രെയിലർ ഉടനെ തന്നെ ഉണ്ടാകുമെന്നുള്ളൊരു കൺഫർമേഷൻ ഇപ്പോൾ വന്നിട്ടുണ്ട്. കാരണം സിനിമയുടെ ട്രെയിലർ ഇപ്പോൾ സെൻസറിങ്ങിന് അയച്ചിട്ടുണ്ട്. ഈ വരുന്ന ജൂലൈ 2ാം തീയതി അല്ലെങ്കിൽ 9ാം തീയതിയാണ് സിനിമയുടെ റിലീസ് പ്രതീക്ഷിക്കുന്നത്. അല്ലു അർജുൻ മല്ലു അർജുനാണെന്ന് വീണ്ടും തെളിയിച്ചിരിക്കുന്നു. അല്ലു അർജുന്റെ സിനിമയായ ഹാപ്പി ബി ഹാപ്പി 1 കോടി പോലും കേരളത്തിൽ റിലീസിന് വന്നാൽ കടക്കില്ല എന്ന് പറഞ്ഞ എല്ലാവർക്കും ഇപ്പോൾ അണ്ണാക്കിൽ കൊടുത്തിട്ടുണ്ട്. സിനിമയുടെ 4 ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തുവിട്ടിട്ടുണ്ട്. 4 ദിവസം കൊണ്ട് സിനിമ കളക്ഷനായിട്ട് നേടിയിരിക്കുന്നത് 1 കോടി 2 ലക്ഷം രൂപയാണ്. അങ്ങനെ കുറെ നാളുകൾക്ക് ശേഷം അല്ലു അർജുൻ വീണ്ടും റീ റിലീസിന്റെ സഹായത്തോടു കൂടി മല്ലു അർജുൻ ആയിരിക്കുകയാണ്. ഒരു ഫാമിലി ഒറ്റയ്ക്ക് തന്നെ അടിച്ചു നിരത്തിയ പടമാണല്ലോ ബ്ലാസ്റ്റ്. സിനിമയുടെ 18 ദിവസത്തെ കളക്ഷനും OTT റിലീസ് അപ്ഡേറ്റും ഇപ്പോൾ വന്നിട്ടുണ്ട്. സിനിമയുടെ 18 ദിവസത്തെ ലോകമെമ്പാട് നിന്നുമുള്ള കളക്ഷൻ 71 കോടി 16 ലക്ഷം രൂപയാണ്. അതുവഴി OTT റിലീസിലോട്ട് വന്നാൽ ഈ വരുന്ന ജൂലൈ 25ാം തീയതി നെറ്റ്ഫ്ലിക്സിലൂടെയായിരിക്കും സിനിമ പാൻ ഇന്ത്യൻ ഭാഷകളിൽ OTT റിലീസ് ചെയ്യുന്നത്. അപ്പോൾ സിനിമാ വാർത്തകൾ നിങ്ങൾക്ക് 1 മിനിറ്റ് കൊണ്ടും ഷോർട്സ് ആയിട്ടും കണ്ടു തീർക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട.